ചാർവാക സിദ്ധാന്തപ്രകാരം പ്രത്യക്ഷമായിട്ടുള്ളത് മാത്രമേ പ്രാമാണികമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമല്ലാത്ത ആകാശത്തെ ചാർവാക ദർശനം നിരാകരിക്കുന്നു. ന സ്വർഗോ നാപവർഗോ ന നൈവാത്മാ പാരലൗകിക നൈവ വർണ്ണാശ്രമാദീനാം ക്രിയാച്ഛ ഫലദായിക. സ്വർഗവുമില്ല, മോക്ഷവുമില്ല, പരലോകത്ത് എത്തിപ്പെടുന്ന ഒരു ആത്മാവുമില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവ കൊണ്ട് നൈവ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അഥവാ അറിവില്ലായ്മയിൽ നിന്നുള്ള അപക്വ പ്രമാണങ്ങളാണവ എന്നാണ് ചാർവാകൻ സമർത്ഥിക്കുന്നത്. പൗരാണിക ഭാരതീയ ദർശനങ്ങളിൽ 2 ചാലുകളിലൂടെ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് BC 600 ബൃഹസ്പതി മഹർഷിയാൽ രൂപം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചാർവാകൻ്റെ പ്രമാണങ്ങളെയാണ് ചാർവാക ദർശനം എന്നറിയപ്പെടുന്നത്. ലോകം മുഴുവൻ അറിയപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ ലോകയായതം അഥവാ ലോകായതം എന്നും അറിയപ്പെടുന്നു. പ്രത്യക്ഷത്തോടൊപ്പം അനുമാനം കൂടി അംഗീകരിച്ചുകൊണ്ട് ഈ ഭൗതിക നാസ്തിക ചിന്താധാര തന്നെയാണ് ശ്രീബുദ്ധനും പിന്തുടർന്നത്. പ്രത്യക്ഷമല്ലാത്ത ആകാശം, അതുപോലെ തന്നെ ആത്മാവ്, സ്വർഗം, നരകം ഇത്തരം അമാനുഷിക സിദ്ധാന്തങ്ങളെ നിരാകരിക്കുന്ന ദ്രവ്യത്തെ മാത്രം യാഥാർത്ഥ്യമായി കാണുന്ന ഈ ദർശനം അതീന്ദ്രിയവാദം അഥവാ ഇന്ദ്രിയാതീതവാദത്തെയും അതിൽ ഉറപ്പിച്ചിട്ടുള്ള സനാതനവാദത്തെ അംഗീകരിക്കുമെന്ന് കരുതാൻ വഴിയില്ല. ഹെഗലിൻ്റെ വൈരുദ്ധ്യ ആത്മീയവാദവും കാൾ മാർക്സിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ചാർവാക സിദ്ധാന്തത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊരു വാദമുഖവും ഉണ്ട്.